മക്കളമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്ന് ഓണമല്ലേ? ഇന്നലെ ഓണം തുടങ്ങി. നമ്മുടെ ഇവിടെയൊക്കെ ഇന്നാണ് ഓണം. ഇന്ന് തിരുവോണം ഔട്ടം ചെറിയ അങ്ങനെയാണ് പോകുന്നത്. ഉത്രാടത്തിന് ഉത്രാട പാച്ചിലാണ്. ഉത്രാടത്തിന് അതാണ് നമ്മൾ ഇഞ്ചിക്കറി, പിന്നെ നാരങ്ങ, മാങ്ങ, മോര് കറി അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നത്. പിന്നെ ചിപ്സ്, ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പോൾ ഇന്നെൻ്റെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ? വാ എൻ്റെ കൂടെ വാ. ഇന്ന് രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ കാപ്പിക്ക് എടുക്കട്ടെ, അതിന് ശേഷം പറഞ്ഞുതരാം. ഇന്ന് തിരുവോണമല്ലേ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പൂക്കളമിടാം. ഇന്ന് ഞാനൊരു വെറൈറ്റി രീതിയിലാണ് പൂക്കളം ഇടുന്നത്. ഏതറിയാവോ? കണ്ട, ഞാൻ പൂക്കളം ഇട്ടിരിക്കുന്നത് ഒരു ടീപ്പോയുടെ പുറത്തെ ഒരു പാത്രത്തിൽ, ഒരു ഗ്ലാസ്സിൻ്റെ ഒരു നല്ലൊരു പാത്രം എനിക്കുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്താണ് ഞാൻ പൂക്കൾ, ഇത് നമ്മുടെ സ്വന്തം പൂക്കളാണ് കേട്ടോ. ഈ പൂക്കൾ വെച്ചാണ് പൂക്കൾ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ എന്നാ ചെയ്യുന്നറിയാവോ? പുറത്ത് സിറ്റ് ഔട്ടിലാണ് പൂക്കളിടുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഓണ ദിനാശംസകൾ അല്ലേ? ഓണമൊക്കെ ഒരുങ്ങിയ തലേദിവസം എല്ലാവരും അച്ചാറ്, ഇഞ്ചിക്കറി, പിന്നെന്താ, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, മോരുകറി, അങ്ങനെയുള്ള ശർക്കര വരട്ടി, പിന്നെ ചിപ്സുകൾ, ഇതൊക്കെ ആക്കി വെച്ചത് എനിക്കറിയാം. എൻ്റെ കൊച്ചിലെ അതേ ഓണമായിരുന്നു കേട്ടോ. അതേപോലെ ഓണമൊക്കെ ആകുമ്പോൾ എല്ലാ സന്തോഷം അറിയുമോ? പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഓണം ആകുമ്പോഴത്തേന് പുതിയ ഡ്രസ്സ്, അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മുടെ കൊച്ചിലെ നമ്മളങ്ങനെയാണ് കണ്ടു വളർന്നിരുന്നത്. നമ്മളങ്ങനെ കൊച്ചിലെ ഇറങ്ങി. പിന്നെയാണ് കൊച്ചിലെ എന്ന് പറഞ്ഞാൽ ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അഞ്ഞലൂഞ്ഞലെന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ റൗണ്ടിൽ കറങ്ങുന്ന ഒരു ഇതില്ലേ, അതിലൊക്കെ പിന്നെ ആടാനായിട്ട് പോകും, ഊഞ്ഞാലാടാനായിട്ട് പോകും. കാർണിവൽ പോലെ അതില്ലേ, അതിനൊക്കെ ജയന്റ് വീൽ. അത് പക്ഷെ ഇപ്പോഴത്തെ പോലെ വലിയ ജയന്റ് വീൽ അല്ല, അത് ചെറുതാണ്. അത് നാട്ടിലുള്ള ആൾക്കാർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കളികൾ, അങ്ങനെയൊക്കെ വളരെ സന്തോഷമായ, സമാധാനമായ, ഐശ്വര്യത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു ഓണം. അതിനെ നമ്മൾ പുതുക്കിയെടുക്കുകയാണ്. ഓരോ വർഷവും നമ്മളത് പുതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ തിരുവോണ ദിനാശംസകൾ. അപ്പം ഇനി നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാം. കാപ്പി കുടിച്ചതിന് ശേഷം സദ്യ ഒരുങ്ങണ്ടേ? അപ്പോൾ വാ എൻ്റെ കൂടെ. കണ്ടോ, ഇന്നത്തെ എൻ്റെ കാപ്പി എന്ന് പറയുന്നത് സ്റ്റീമറിൽ വെച്ച പുട്ടും നല്ല മുട്ടക്കറി, നല്ല അടിപൊളി മുട്ടക്കറി, പഴവും മുട്ടയും. അപ്പം ഇതാണ്. പിന്നെ ഓണമല്ലേ, ഓണത്തിനാണ് നമ്മളെല്ലാ വർഷവും കൃഷി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുതുതായിട്ട് എടുക്കുന്നത്. ചേന നമുക്ക് എല്ലാത്തിനും വേണമല്ലോ. അവിയൽ വെക്കാൻ വേണം, സാമ്പാർ വയ്ക്കാൻ വേണം, പിന്നെ ചേന ചിപ്സ് ഉണ്ടാക്കും. അപ്പം അതിനെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ചേന ഞാൻ മുറിച്ച് എടുക്കുകയാണ്. ഈ മണ്ണിങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ? ഈ ചേന ഉണങ്ങിപ്പോകാതിരിക്കാനാണ്. ശരി, അപ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാവേ. ഇവിടെ സാമ്പാറിനും അവിയലിനും വേണ്ടി. ഇപ്പം ചേനയൊക്കെ കിളച്ചാലേ അധികം വിളയത്തില്ല, പക്ഷെ നല്ലതായിട്ട് വേവും, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഞാൻ അവിയലിനും സാമ്പാറിനും ഒക്കെ കണക്കാക്കി ഉള്ളതെല്ലാം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നേരത്തെ ഓണം ഒരുക്കണമല്ലോ. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പിന്നെ ആൾക്കാരാരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കാനും അങ്ങനെയൊക്കെ വേണമല്ലോ. അത് കാരണം അങ്ങനെയൊക്കെ കുറേ നേരം. പിന്നെ ഞാൻ ഇപ്രാവശ്യം ചെന്നൈ അവിടെ പോയപ്പോഴത്തേനും, ബാംഗ്ലൂർ പോയപ്പോഴത്തേനും ചോപ്പർ മേടിച്ചു. അത് ഞാൻ നേരത്തെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എനിക്ക് തോരൻ അരിയാനാണെങ്കിലും ഉള്ളി അരിയാനാണെങ്കിലും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് എനിക്കത് അറിഞ്ഞിട്ടുണ്ടെടുക്കാം. അത് കാരണം ഈ പ്രാവശ്യം ഓണം നേരത്തെ ഒരുങ്ങാൻ പറ്റി കേട്ടോ. അത് പരിപ്പിന് ഞാൻ പരിപ്പ് നമുക്ക് സാധാരണ ഓണത്തിന് ഇതൊക്കെ വെക്കുന്ന പരിപ്പ് വെക്കും. പരിപ്പ്, അവിയൽ, കിച്ചടി, പച്ചടി, പിന്നെന്താ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെക്കും. പക്ഷെ ഒരാളെ ഈ പ്രാവശ്യം ഉള്ളായിരുന്നു. മോളും മോനുമൊക്കെ അവിട്ടത്തിൻ്റെ അന്നേ വരത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം പിന്നെ വലിയതായിട്ട് ഓണം ഒഴിക്കില്ല, എന്നാലും ഓണം ഒരുക്കണമല്ലോ നമുക്ക്. അങ്ങനെ ഞാനും പപ്പയും മോളുമായിട്ട് ഓണം ഒക്കെ ഒരുങ്ങി അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായി. പിറ്റേ ദിവസം എന്താണേലും മോനും മോളും ഒക്കെ വരുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യ, ഓണത്തിന് സാമ്പാറും അവിയലും ഒക്കെ ഞങ്ങൾ ഒരുങ്ങി. അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് സാമ്പാർ വെക്കുന്നത്. തിരുവനന്തപുരംകാരൊന്നും ചെറിയുള്ളി ഒന്നും ഇടാറില്ല. അവർ അതേവണ്ണം ഉരുളക്കിഴങ്ങ് ഇടാറില്ല. ഇതിളക്കട്ടെ, അങ്ങനെയാണ് തിരുവനന്തപുരം സ്റ്റൈലിൽ സാമ്പാർ വെക്കുന്നത്. ഞാനും ഉള്ളി
വല്ലപ്പോഴൊക്കെ ഇടും, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ. പിന്നെ LG കായ ഉപയോഗിക്കും കേട്ടോ, നല്ല കട്ടക്കായമല്ലേ, നല്ല മണമാണ്. കൂടുതലും ഞാൻ LG കായമാണ് സാമ്പാറൊക്കെ വെക്കുമ്പോൾ, അതാണ് എനിക്കിഷ്ടം. പിന്നെ അച്ചാറൊക്കെ ഇടുമ്പോൾ ഞാൻ കൂടുതലും മറ്റേ പൊടിയായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ പരിപ്പ് വെച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പ് വെച്ചു. പിന്നെ പച്ചമോരായിരുന്നു. പച്ചമോര് 2 പേർക്ക് ജലദോഷം ഉള്ളത് കൊണ്ട് ചൂടാകുമ്പോൾ പിന്നെ കുറേ നേരം പുറത്തൊക്കെ വെച്ചിരുന്നത് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പപ്പടമൊക്കെ പൊള്ളിച്ച് പപ്പടം വലിയ പപ്പടമായിരുന്നു, അത് കാരണം ഞാൻ കീറിയായിട്ട്. പക്ഷെ അത്രമാത്രം അത് പൊള്ളി വന്നില്ലത്. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ച്, പപ്പയും ഞാനും മോളും കൂടെ വിളമ്പിയിട്ട് കഴിച്ച്. നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് കറികളൊക്കെ സദ്യ ആണെങ്കിലും കുറച്ച് കറികളെ ഇന്ന് ഞാൻ വെച്ചോളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു പട്ടിയുണ്ട്, പട്ടിയുണ്ടൊരു പൂച്ച, 2 ഉച്ചക്കുഞ്ഞുങ്ങളും ഒരു പൂച്ചയുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ ഇലയിട്ട് പട്ടിക്കും പൂച്ചയ്ക്കും സദ്യ കൊടുക്കാം. അപ്പോൾ പറഞ്ഞ് തിരുവോണം അല്ലേ, അവർക്കും കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാനും മോളും കൂടെ പോയി അതിന് സദ്യ വിളമ്പി. മീനില്ലാത്ത കാരണം പൂച്ചയ്ക്ക് ഇച്ചിരി പാടായിരുന്നു, പട്ടി പക്ഷേ കാര്യമായിട്ട് കഴിച്ചു കേട്ടാ. കാണിച്ചു തരാവേ, ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൂച്ച അരിക്കലോട്ട് പോയി ഇച്ചിരി ചോറൊക്കെ നോക്കിയിട്ടങ്ങ് മാറിയങ്ങ് പോയി. അങ്ങോട്ട് കാണിച്ചു തരാം ഞാൻ. അല്ലെങ്കിൽ ഞാനിവിടുന്ന് ആഹാരം എടുക്കുമ്പോഴേ അതെന്നാ ചെയ്യുമെന്നറിയാമോ, പൊങ്ങി ചാടിക്കൊണ്ട് വരും. ആ പൂച്ചക്കുട്ടികളും എല്ലാം കൂടെ പൊങ്ങി ചാടിക്കൊണ്ട് വരും. പക്ഷേ ഇപ്പോൾ ഈ മീനിൻ്റെ മണമൊന്നും ഇല്ലാത്ത കാരണമായിരിക്കും അതങ്ങോട്ട് ഇതെടുക്കുന്ന കാരണം അങ്ങ് വന്നതൊന്നുമില്ല. പക്ഷെ പിന്നെ ഞാൻ വിളിച്ചങ്ങ് കൊണ്ടുപോയി അതിന് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തപ്പോഴാണ് കണ്ടോണേ വലിയ ആകാംക്ഷസായിട്ട് വന്ന്. പക്ഷെ പോരാ, ഇത് അവർക്ക് വലിയ പോരാ. എന്നാലും അവർ സദ്യ കുറച്ച് ചോറൊക്കെ കഴിച്ച് പപ്പടവും എല്ലാം കൂട്ടിയാണ് കൊടുത്തത്. പക്ഷെ ജിമ്മിയെ തുറന്നത്, ഞാൻ ജിമ്മിയെ തുറന്നിട്ട് വരാവേ, കാണിച്ചു തരാം. കൊണ്ടോണേ ജിമ്മിയെ ഞാനിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഒരു പട്ടി ഉണ്ടെന്ന് പറഞ്ഞതാ. അവനോടി വന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ സന്തോഷമാണ്. നമ്മുടെ പൂച്ചയ്ക്ക് എടുത്ത ഉടനെ അവൻ അവിടെ ബഹളം വെക്കാൻ തുടങ്ങും. നല്ല സ്നേഹമുള്ള പട്ടിയാണ് കേട്ടോ. ഇത് നാടൻ്റെയും കൂടെ ഒരു ക്രോസ് ഹൈബ്രിഡായിട്ടുള്ള ഒരു പട്ടിയാണ്. പേരൊന്നും പറഞ്ഞിട്ട് നാടൻ്റെ ഒരു നാടനും ഒരു ഹൈബ്രിഡ് ക്രോസും കൂടെ ചേർന്നതാണ്. ഭയങ്കര കൊരയാണ് കണ്ട. പപ്പടമൊക്കെ വലിയ ഇതായിട്ട് കഴിച്ച്. മോള് വരുമ്പോഴാണ് ഇതിൻ്റെ സന്തോഷം കാണുന്നത്. അവളുടെ ഫോണൊക്കെ കേട്ട ഉടനെ ഭയങ്കര ബഹളം. അത് കഴിഞ്ഞിട്ട് അതിനെ കൂട്ടി കയറ്റിയിട്ട് കോഴി ഇതാണ് ഞങ്ങളുടെ കോഴിക്കും കൊടുക്കും സദ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.